ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ വിദ്യാർത്ഥികളെയും ലഹരി സംഘം ലക്ഷ്യമിട്ടുവെന്ന് സൂചന. കൊച്ചി കേന്ദ്രമായുള്ള നിരവധി ലഹരി സംഘങ്ങൾക്ക് കെറ്റാമലോൺ ലഹരി എത്തിച്ചിരുന്നു. അറസ്റ്റിലായ എഡിസൺ ബാബു അടക്കം 3 പേരെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് NCB. കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. ളെയും വിദ്യാർത്ഥികളെയുമാണ് ഡാർക്ക് നെറ്റ് ലഹരി സംഘങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത്. ഇത്തരത്തിൽ ഇടനിലക്കാർ വഴി ഇവരുമായി ബന്ധം സ്ഥാപിച്ചായിരുന്നു ഇടപാടുകൾ. ലഹരി കേസിലെ മുഖ്യകണ്ണി എഡിസൺ ബാബുവിന്റെ കെറ്റാമലോൺ ബ്രാൻഡും പ്രധാനമായും ലഹരി എത്തിച്ചത് യുവാക്കൾക്കാണ്. ഇതിലൂടെ വൻ തുകകൾ കൈവശമെത്തിയ പ്രതികൾ സ്വത്തുക്കൾ സ്വന്തമാക്കിയതിലും ബിനാമി ഇടപാടുകളുണ്ട്. കൊച്ചി പോലെ രാജ്യത്തെ പല വൻ നഗരങ്ങളിലും കെറ്റാമലോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവരിൽ പലരും എഡിസൺ അറസ്റ്റിലായതിനു പിന്നാലെ ഒളിവിൽ പോയി. ഈ ആളുകളെ കേന്ദ്രീകരിച്ചും NCB അന്വേഷണം നടക്കുകയാണ്. നേരത്തെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളായ എഡിസൺ ബാബു, അരുൺ തോമസ്, ഡിയോൾ എന്നിവരെ വീണ്ടും 4 ദിവസത്തെ കസ്റ്റഡിയിൽ കൂടി NCB ആവശ്യപ്പെടും. വിശദമായി ചോദ്യം ചെയ്യുന്നതിനാണ് കസ്റ്റഡി. ഇതിനുശേഷം മറ്റു ചിലരിലേക്ക് കൂടി അന്വേഷണം എത്തും. ജനം, കൊച്ചി.